Okay, ശരി. അപ്പോൾ first and foremost we are going to study life process. Okay, അപ്പോൾ it's a wonderful chapter. What do you know about life process? മോൾക്ക് എന്തൊക്കെ അറിയാവുന്നത്? ആനിമൽസിനെ കുറിച്ചും പ്ലാന്റ്സിനെ കുറിച്ചും ബേസിക്സ് അറിയാം. ആനിമൽസിനെ കുറിച്ചും പ്ലാന്റ്സിനെ കുറിച്ചും ബേസിക്സ് എന്താണ് അറിയാവുന്നത്? ലിവിങ് തിങ്സ്, നോൺ ലിവിങ് തിങ്സ്, പിന്നെ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഓക്കെ, സോ ലൈഫ് പ്രോസസ് എന്ന് പറയുമ്പോഴേക്കും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു വാക്കുണ്ട് അല്ലേ അതില്. അപ്പൊ ലൈഫ് എന്ന് പറയുന്ന വാക്ക് എന്താണ്? ലിവിങ് തിങ്സിൽ ലൈഫ് ഉണ്ട് എന്ന് നമ്മൾ പറയും. സോ ലൈഫ് എന്ന് ലിവിങ് തിങ്സ് എന്ന് പറയുമ്പോഴേക്കും ലിവിങ് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? there are lot of things എന്ന് പറഞ്ഞാൽ കഴിക്കുന്ന സാധനങ്ങൾ, ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ we can say that okay it is living thing എന്നുള്ളത് പറയാം. അതേ സമയം ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ പ്ലാന്റ്സ് ഭക്ഷണം കഴിക്കണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാണില്ല. സോ വിസിബിളി നമുക്ക് കാണാൻ പറ്റില്ല. അതേസമയം ഇപ്പൊ പ്ലാന്റ്സില് അതിന് ജീവനുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? മോസ്റ്റ് കേസസിൽ അത് ഗ്രോ ചെയ്യണ്ടോ, അത് പച്ച കളറിൽ ഇരിക്കണ്ടോ, അല്ലെങ്കിൽ അത് വലുതാവുണ്ടോ എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലെ. സോ അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫീച്ചർ വിത്ത് വിച്ച് വി സേ സ്റ്റഫ് ടു ബി ലിവിങ് ഓർ നോൺ ലിവിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവ്മെന്റ് ആണ് അല്ലെ. മൂവ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജനറലി പറയും ഇപ്പൊ ഒരു കല്ല് അവിടെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ വി സേ ദാറ്റ് ടു ബി എ നോൺ ലിവിങ് തിങ്. വൈ? ബിക്കോസ് അതിന് മൂവ്മെന്റ് ഇല്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതേസമയം വേറൊരു എലി ആണെന്നുണ്ടെങ്കിൽ എലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് അതിന് ലൈഫ് ഉണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ദ തിങ് ഇസ് സം കേസസ് ലൈക്ക് ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ സ്പോഞ്ചസ് എന്ന് പറഞ്ഞിട്ടൊരു ജീവിയുണ്ട്, അത് അനങ്ങുകയില്ല. അതേപോലെ ഇപ്പൊ കോറൽസിനെ നോക്കിക്കഴിഞ്ഞാൽ അനങ്ങുകയില്ല, പായല് നോക്കിക്കഴിഞ്ഞാൽ അത് അനങ്ങുകയില്ല, കുഞ്ഞു കുഞ്ഞു ഫംഗസിനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് കണ്ണ് കൊണ്ട് കാണുമ്പോഴത്തേക്ക് അത് അനങ്ങില്ല അല്ലെ. സോ ക്യാൻ വി സേ ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ലിവിങ്? നോ. അതെന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി മൂവ്മെന്റ് ഹാപ്പൻസ് അറ്റ് മൾട്ടിപ്പിൾ ലെവൽ. മൾട്ടിപ്പിൾ ലെവൽ ഇൻ ദ സെൻസ് എന്താണ്? ഇപ്പൊ കൈ മാത്രം അനങ്ങുന്ന സംഭവം, അതായത് ഒരു പാർട്ട് ഓഫ് ദ ബോഡി മൂവ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഫുൾ ബോഡി മൂവ് ചെയ്യുന്നുണ്ട്. അതിനേക്കാളും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂവ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരം എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കണേ? ഇൻഫാക്ട് ഓൾ ലിവിങ് തിങ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കണേ. ആ സെല്ലുകൾ എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കണേ? ആറ്റംസ്, മോളിക്യൂൾസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കണം. സോ എവറി സെൽ ഇഫ് യു സീ ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് മോളിക്യൂൾസ്. ഈ മോളിക്യൂൾസ് ആർ കണ്ടിന്യൂസ്ലി മൂവിങ്, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ. സോ ദിസ് മോളിക്യുലർ മൂവ്മെന്റ് ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ഫോർ ലൈഫ് ടു ഹാപ്പൻ. സോ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ മോളിക്യുലർ മൂവ്മെന്റ് ഇസ് കണ്ടിന്യൂസ്ലി ഹാപ്പനിങ്. ദാറ്റ് ഇസ് വൺ ഓഫ് ദി എസെൻഷ്യൽ ക്രൈറ്റീരിയ വിത്ത് വിച്ച് യു സേ ദാറ്റ് എ തിങ് ഇസ് ലിവിങ് ഓർ നോട്ട് എന്ന് നമ്മൾ പറയാം. ഓക്കെ, സോ ഈ പറയുന്ന പോലെ ലിവിങ് തിങ്സിന് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കുറെ ക്രൈറ്റീരിയ ഉണ്ട്. ഇപ്പൊ റീപ്രൊഡക്ഷൻ ഇസ് എ വെരി ഇമ്പോർട്ടന്റ് ക്രൈറ്റീരിയ ടു സേ ഇഫ് ഇറ്റ് ഇസ് എ ലിവിങ് ഓർ നോട്ട്. പക്ഷെ ഈ പറഞ്ഞ റീപ്രൊഡക്ഷൻ നടത്താത്ത കുറെ സംഭവങ്ങളുണ്ട് ഇല്ലേ. റീപ്രൊഡക്ഷൻ നടത്താത്ത ഇപ്പൊ മെയിൽ ബീസ് നോക്കിക്കഴിഞ്ഞാൽ അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ മനുഷ്യരിൽ തന്നെ കുറെ റീപ്രൊഡക്ഷൻ നടക്കാത്ത ആൾക്കാരാണ്. ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് ദേ ആർ നോട്ട് ലിവിങ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. സോ ഉറപ്പായിട്ട് നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഇസ് ഗോയിങ് ടു ബി മൂവ്മെന്റ്. സോ ലിവിങ് തിങ്സിൽ ഉറപ്പായിട്ട് നടക്കുന്നത് എന്താണ്? ദ ക്രൈറ്റീരിയ വിത്ത് വിച്ച് വി സേ ദാറ്റ് ലിവിങ് തിങ് നോൺ ലിവിങ് തിങ് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ മൂവ്മെന്റ് വെച്ചിട്ടാണ് സാധാരണ പറയുന്നത്. So movement is an essential criteria to determine if things are moving or not. Okay, non-living things അവരായിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. അതേസമയം കല്ലിനെ നമുക്ക് എടുത്ത് എറിയാൻ പറ്റും. ചില മൂവ്മെന്റ്സിനെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും, ചില മൂവ്മെന്റ്സിനെ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റില്ല, ഭയങ്കര സ്ലോ ആയിരിക്കും. എക്സാമ്പിൾ എന്താണ്? പ്ലാന്റ്സിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് എക്സ്ട്രീംലി സ്ലോ ആണ്. സോ ഇറ്റ് കനോട്ട് ബി ഒബ്സർവ് ഡയറക്ട്ലി. അതേസമയം അനിമൽസിന്റെ മൂവ്മെന്റ് pretty ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പറയാം. ഓക്കെ, അവളെ മ്യൂട്ട് ചെയ്തേക്കാമോ? സോ അനിമൽസിന് രണ്ട് ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ഉണ്ട്. ഇത് ജസ്റ്റ് ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആണ്. അനിമൽസിന്റെ രണ്ട് ടൈപ്പ് മൂവ്മെന്റ് എന്താണ്? ഒരെണ്ണം അവരുടെ ബോഡി പാർട്സ് മാത്രമായിട്ട് മൂവ് ചെയ്യാം, അടുത്തത് ലോക്കോമോഷൻ. ലോക്കോമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? The whole organism is moving to another place. You are walking or you are dancing or you are running. All those come under locomotion അല്ലെ. ലോക്കോമോഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ ഓർഗാനിസം ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവാം. ഈ രണ്ട് ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ആണ് അനിമൽസിനുള്ളത്. അതേസമയം പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ബോഡി പാർട്സ് മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഇസ് ദേ ഹാവ് ഓൺലി 2 ടൈപ്പ് ഓഫ് മൂവ്മെന്റ്. അത് നമ്മൾ ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും പഠിക്കും. നാസ്റ്റിക് മൂവ്മെന്റ് എന്നും ട്രോപ്പിക് മൂവ്മെന്റ് എന്നും രണ്ട് ടൈപ്പ് ഓഫ് മൂവ്മെന്റേ ഉള്ളൂ. ദാറ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി എ ബിറ്റ് ലേറ്റർ. ആസ് ഓഫ് നൗ വിൽ സേ ദാറ്റ് മൂവ്മെന്റ് എന്ന് പറയുന്ന പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ബോഡി പാർട്സ് മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ദേ ഡു നോട്ട് ഹാവ് ദ ഫ്രീഡം ഓഫ് ലോക്കോമോഷൻ.
ഓക്കെ, മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് എന്ന് നമ്മൾ ഇപ്പൊ പറഞ്ഞത്. വി സെഡ് ദാറ്റ് മോളിക്കുലർ ലെവലിൽ ഏത് ലിവിങ് ഓർഗാനിസം ആണെങ്കിലും മോളിക്കുലർ ലെവലിൽ ഉൾപ്പെടെ മൂവ്മെന്റ് ഉണ്ട്. മോളിക്കുലർ ലെവലിൽ മൂവ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഓക്സിജൻ എടുക്കുന്നുണ്ട്. ഓക്സിജൻ എടുത്തു കഴിഞ്ഞാൽ ലങ്സിൽ ഓക്സിജൻ പോകുന്നുണ്ട്. ആ ഓക്സിജന്റെ മോളിക്യൂൾ ഇസ് ക്യാരീഡ് ബൈ ഹീമോഗ്ലോബിൻ. ബ്ലഡിലുള്ള ഹീമോഗ്ലോബിൻ വഴി സെല്ലുകളിലേക്ക് പോകുന്നുണ്ട്. സോ ദാറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് മൂവ്മെന്റ് വിച്ച് ഇസ് ഹാപ്പനിങ് അറ്റ് ദ മോളിക്കുലർ ലെവൽ അല്ലെ. അതേപോലെ തന്നെ ഞാനിപ്പോ ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ബിരിയാണി കഴിച്ചു. ബിരിയാണിനെ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അത് ഗ്ലൂക്കോസ് ആക്കി. അതിന്റെ ചോറിനെ ഉള്ള കാർബോഹൈഡ്രേറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസ് ആക്കി. ആ ഗ്ലൂക്കോസ് വയറിൽ നിന്ന് അല്ലെങ്കിൽ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്നും എന്താണ് ബ്ലഡിലേക്ക് പോയി. ബ്ലഡ് അത് അങ്ങനെ സെല്ലിലേക്ക് എത്തിച്ചു. ദാറ്റ് ഇസ് ഓൾസോ ഹാപ്പനിങ് അറ്റ് എ മോളിക്കുലർ ലെവൽ. So all these movements which are happening at a molecular level is extremely important. അത് എന്തുകൊണ്ടാ? നമ്മുടെ ലൈഫ് അല്ലാന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി എക്സിസ്റ്റ് ചെയ്യില്ല. ഈ മോളിക്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയില്ലെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു എക്സിസ്റ്റ്. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വൈറസ് എന്ന് പറയുന്ന സാധനം, അപ്പൊ നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കൊറോണ വൈറസ് തന്നെ ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ ഈ വൈറസ് എന്ന് പറയുന്നത് ഇറ്റ് ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം. വൈറസ് എന്ന് പറയുമ്പോഴത്തേക്കുണ്ടല്ലോ അത് ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ എന്നുള്ളത് പോലും നമുക്ക് അറിയില്ല. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് ഷോ എനി മൂവ്മെന്റ്, ഇറ്റ് ഡസ് നോട്ട് ബ്രീത്ത്, ഇറ്റ് ഡസ് നോട്ട് ഈറ്റ്, ഇറ്റ് ഡസ് നോട്ട് റീപ്രൊഡ്യൂസ്, ഇറ്റ് ഡസ് നോട്ട് ഡു എനിത്തിങ് ഔട്ട്സൈഡ് എ ഹോസ്റ്റ്. ഇപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ അനിമൽസിന്റെ ശരീരത്തിന്റെ ഉള്ളിലേക്ക്, സെല്ലിന്റെ ഉള്ളിലേക്ക് കേറാത്തിടത്തോളം ഈ വൈറസ് അവിടെ കിടക്കും, കല്ല് പോലെ കിടക്കും. ഓക്കെ, ഇറ്റ് ഡസ് നോട്ട് ഷോ എനി മൂവ്മെന്റ് അൺടിൽ അത് ഏതെങ്കിലും ഒരു സെല്ലിനെ ഇൻഫെസ്റ്റ് ചെയ്യുന്നത് വരെ അതൊന്നും ചെയ്യില്ല. പക്ഷേ ഈ ഇൻഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് സെല്ലിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ then it starts using all the mechanism in our body. നമ്മുടെ സെല്ലിന്റെ മെക്കാനിസം വെച്ചിട്ട് അത് എല്ലാ ലൈഫിന്റെ ആക്ടിവിറ്റീസും അങ്ങ് ചെയ്തു തുടങ്ങും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഈ വൈറസ് എന്ന് പറയുന്നത് ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ. ഒന്ന് ആലോചിച്ച് നോക്കി, കല്ല് പോലെ അവിടെ ഒരു സാധനം ഇരിക്കുന്നുണ്ട്, അതിന് നമ്മൾ നോൺ ലിവിങ് എന്ന് പറഞ്ഞു. പക്ഷെ ആ കല്ല് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായിട്ട് മാറി, നമ്മുടെ സെല്ലിന്റെ ഭാഗമായിട്ട് മാറി. സെല്ലിന്റെ ഭാഗമായിട്ട് മാറി എന്ന് പറയാൻ പറ്റില്ല, സെല്ലിനെ ഉപയോഗിച്ച് അതിന്റെ പരിപാടികളെല്ലാം ചെയ്തു തുടങ്ങും. ആൻഡ് അൾട്ടിമേറ്റ്ലി ഇറ്റ് കൈൻഡ് ഓഫ് ഡിസ്ട്രോയ്സ് ദ സെൽ ആസ് വെൽ. ഓക്കെ, സോ ഈ കല്ലിനെ നമ്മൾ ലിവിങ് എന്ന് പറയോ നോൺ ലിവിങ് എന്ന് പറയോ? ബിക്കോസ് പുറത്ത് എത്ര കാലം വേണമെങ്കിലും അത് ഒരു പ്രശ്നവും ഇല്ലാണ്ട് ഇരിക്കുന്നുണ്ടല്ലോ എന്ന് നോക്കുമ്പോൾ ഇറ്റ്സ് ഹൈലി കോൺട്രവേഴ്ഷ്യൽ ദാറ്റ് വൈറസ് എന്ന് പറയുന്നത് ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ എന്ന് നമുക്കറിയില്ല. ഇത്ര ഓക്കെ ആണോ? യാ, സോ വിൽ കണ്ടിന്യൂ. അപ്പൊ നെക്സ്റ്റ് എന്താ നോക്കണേ? കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് തിങ് എന്താണ്? അപ്പൊ നേരത്തെ ദിയ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കഴിക്കുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മൾ റെസ്പിറേഷൻ ചെയ്യുന്നുണ്ട്, അതേപോലെ എക്സ്ക്രീഷൻ ചെയ്യുന്നുണ്ട്, ഗ്രോത്ത് ഉണ്ട്, റീപ്രൊഡക്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ മൂവ്മെന്റ് ഉണ്ട്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ചുറ്റും നടക്കുന്നതിന് വി ആർ സെൻസിറ്റീവ് അല്ലെ. ലൈറ്റ് കൂടിയാലും കുറഞ്ഞാലും വി ആർ സെൻസിറ്റീവ്. മേ നോട്ട് ബി കോൺഷ്യസ്ലി സെൻസിറ്റീവ്, പക്ഷെ അല്ലാതെ തന്നെ വി ആർ ആക്ച്വലി സെൻസിറ്റീവ് അല്ലെ. നമ്മുടെ ഭയങ്കരമായിട്ട് ചൂടി കൂടി കഴിഞ്ഞാൽ യു ഡോ നോട്ട് കോൺഷ്യസ്ലി മേക്ക് സ്വെറ്റ്, പക്ഷെ ഓട്ടോമാറ്റിക്കലി യു സ്വെറ്റ്. അതേപോലെ ഭയങ്കര ലൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ഡോ നോട്ട് കോൺഷ്യസ്ലി ആക്ച്വലി കൺസ്ട്രക്ട് യുവർ പ്യൂപ്പിൾ, പക്ഷേ എന്താ പറയുന്നത്, നമ്മളുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരം അത് അവെയർ ആയിട്ട് നമ്മുടെ പ്യൂപ്പിളിനെ കൺസ്ട്രക്ട് ചെയ്യും അല്ലെ. അതേപോലെ ഒരു ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ യു കോൺഷ്യസ്ലി ടെൽ ദാറ്റ് യു ഷുഡ് നോട്ട് റൺ away അല്ലെ. even when you are afraid, you want to run away, your heartbeat is increasing, you want to go off from that situation, but you consciously tell yourself that in this situation you are not supposed to run. So this kind of thing, that is sensitiveness to changes around you, is one of the most important characteristics of living thing. In fact, all the living things have this kind of sensitiveness. Plants ആണെങ്കിലും animals ആണെങ്കിലും മൈക്രോ ഓർഗാനിസം ആണെന്നുണ്ടെങ്കിലും they are very very sensitive to the environment around them. Okay, ഇനി ലൈഫ് പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? we are moving on to the chapter. What is a life process? ഇപ്പൊ ലൈഫ് പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? ലൈഫിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതിനെയാണ് ലൈഫ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ കാലത്ത് എഴുന്നേറ്റിട്ട് നാമം ജപിക്കുന്നത് ലൈഫിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അത്യാവശ്യമായിട്ടുള്ള സാധനമാണോ? അല്ല, ഡെഫിനറ്റ്ലി. അപ്പൊ ലൈഫിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്തൊക്കെയാ ചെയ്യേണ്ടേ? സോ നമ്മള് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒബ്വിയസ്ലി ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ കാലത്ത് ഭക്ഷണം കഴിക്കുന്ന, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന, രാത്രി ഭക്ഷണം കഴിക്കുന്ന, ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ഗിവിംഗ് ആർ ബോഡി ന്യൂട്രിയൻസ് ഇസ് നോൺ ആസ് ന്യൂട്രീഷൻ. അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ ഈശ്വരാനുഗ്രഹം കൊണ്ട് റെസ്പിറേഷൻ എന്ന് പറയുന്നത് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന സാധനമല്ല.
സി ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് പട്ടിണി കിടക്കാം, ഈ പറയുന്ന പോലെ വ്രതം എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് വഴക്കുണ്ടാക്കിയിട്ട് പട്ടിണി കിടക്കാം. ന്യൂട്രീഷൻ വി ക്യാൻ കൺട്രോൾ ടു ആൻ എക്സ്റ്റെന്റ്. ലൈക്ക് ഇൻപുട്ട് ഓഫ് ന്യൂട്രിയൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ റെസ്പിറേഷൻ ഈശ്വര അനുഗ്രഹം കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, കാരണം റെസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു 5 മിനിറ്റ്, ഇൻഫാക്ട് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു 2 മിനിറ്റ് പോലും ശ്വാസം എടുക്കാതെ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെസ്പിറേഷനിൽ കൺട്രോൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ദാറ്റ് വുഡ് ഹാവ് ബീൻ ദ ബെസ്റ്റ് വേ, റൈറ്റ്? ഈശ്വര അനുഗ്രഹം കൊണ്ട് അതിന് നമുക്ക് കൺട്രോൾ ഇല്ല. So nutrition is important life process which is essential for maintaining our life. ഭക്ഷണം കഴിക്കണം, ശ്വാസം എടുക്കണം, അത് മറക്കാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ബസ്സിൽ ട്രാൻസ്പോർട്ടേഷൻ പോകുന്നതല്ല ഉദ്ദേശിക്കുന്നത്. എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ശരീരത്തിൽ മോളിക്യൂൾസ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകണം, അല്ലെ? അത് എന്ത് ടൈപ്പ് മോളിക്യൂൾ, നല്ല മോളിക്യൂൾ ആവാം, ചീത്ത മോളിക്യൂൾ ആവാം, ഹോർമോൺസ് ആവാം, എൻസൈംസ് ആവാം, എന്ത് സാധനമാണെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഇനി ഒരു സ്ഥലത്തേക്ക് പോവാണ്ട് നമ്മുടെ ശരീരം എക്സിസ്റ്റ് ചെയ്യില്ല. So we are going to study about a lot of transportation. ഒരു സ്ഥലത്ത് നിന്ന് മോളിക്യൂൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, so this transportation is also extremely important life process. അതുപോലെ എക്സ്ക്രീഷൻ is important. ഇപ്പൊ എന്റെ മോൾ ഉൾപ്പെടെ പറയുക, എനിക്ക് എക്സ്ക്രീഷൻ എന്ന് പറയുന്നത് ഇഷ്ടമല്ല, എനിക്ക് ബാത്റൂമിൽ പോകുമ്പോഴത്തേക്ക് എനിക്ക് എന്തോ പോലെ ആവും അമ്മ. പക്ഷെ the whole point is excretion is a very important process. നമ്മൾ അതിനെ സയന്റിഫിക് പെർസ്പെക്റ്റീവിൽ നോക്കിയാൽ വാട്ട് ഹാപ്പൻസ്, എന്റെ ശരീരത്തിൽ ഇപ്പൊ ഒരു ഓടയുണ്ട്, അതിന്റെ വേസ്റ്റ് പുറത്തേക്ക് പൊക്കോണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ അടുക്കളയിലുള്ള പൈപ്പിന്റെ താഴെ വേസ്റ്റ് പൊക്കോണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതിനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ദിവസം കൊണ്ട് അത് മുഴുവനും ഭയങ്കര സ്മെല്ല് വരും, അതിന്റെ ഉള്ളിൽ മുഴുവനും മൈക്രോ ഓർഗാനിസംസ് വരും, പുഴുക്കൾ ഉൾപ്പെടെ, മൈക്രോ ഓർഗാനിസംസ് അല്ലാത്ത പുഴുക്കൾ ഉൾപ്പെടെ അതിൽ വരും. Same thing will happen to our body as well if the excretion is not happening properly. So proper waste material removal is also an important part of life process എന്ന് പറയാം. ഓക്കെ, ഇനിയുള്ളത് ഇനി ഓരോന്നായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാൻ പോകും. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ടേക്കിംഗ് ഇൻ ഫുഡ്. പ്രോപ്പർ ആയിട്ട് ഫുഡ് എടുക്കണം. ഇപ്പൊ ഫുഡ് എടുത്താൽ മാത്രം പോരാ. ഇഫ് യു ആർ ഈറ്റിംഗ് ഇഡലി ആയിട്ടാണോ നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്നത്? നോ, ആക്ച്വലി ഇഡലി ആയിട്ട് നിൽക്കുവാണെന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി you will not be able to make your body, അല്ലെ? ഒരു കുഞ്ഞുണ്ടാവുന്നത് ഇത്ര ആയിട്ടാണ്, ആൻഡ് അൾട്ടിമേറ്റ്ലി വലിയ ഒരാളായിട്ട് മാറുന്നത് ഇറ്റ് ഇസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ ഫുഡ്, അല്ലെ? ആ ഫുഡിന്റെ അക്യൂമുലേഷൻ ആണ് ശരിക്കും ഈ പറയുന്ന ബോഡിയുടെ സൈസ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഫുഡ് ഇസ് നോട്ട് ഗെറ്റിംഗ് ഡെപ്പോസിറ്റഡ് ആസ് സച്ച്. സോ വാട്ട് ഹാപ്പൻസ് ടു ദ ഫുഡ് വി ഈറ്റ്? ആ ഫുഡിനെ പറിച്ച് അതിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കോമ്പോണൻസ് ആക്കും. എന്നിട്ട് ഈ സിംപ്ലസ്റ്റ് കോമ്പോണൻസിനെ കൊണ്ടുപോയിട്ട് നമ്മുടെ സെല്ലിന്റെ കയ്യിൽ കൊടുക്കുക. എന്നിട്ട് ആ സെല്ലിന് വേണ്ട രീതിയിൽ ആ കോമ്പോണൻസിനെ മാറ്റിയെടുക്കുക. ഇറ്റ് ഈസ് ലൈക്ക് നമ്മൾ ഒരു വീട് പൊളിച്ചു, എന്നിട്ട് ആ ബ്രിക്സിനെ കൊണ്ടുപോയിട്ട് വേറൊരു കോൺട്രാക്ടറിന്റെ കയ്യിൽ കൊടുത്തു. ആ കോൺട്രാക്ടർ ആ ബ്രിക്സ് വെച്ചിട്ട് ഇഷ്ടമുള്ള കാര്യം ചെയ്തു. ഒന്നില്ലെങ്കിൽ ആ ബ്രിക്സ് വെച്ചിട്ട് അങ്ങേരെ തല്ലി പൊട്ടിക്കും, അതല്ലാന്നെനിക്ക് വേറൊരു വീട് ഉണ്ടാക്കാം, അതല്ലാന്നെനിക്ക് വേറെ ആരെങ്കിലും അടിക്കാനായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ പുള്ളിക്കാരന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ആ ബ്രിക്ക് വെച്ചിട്ട് ചെയ്യാം. ദാറ്റ് ഇസ് വാട്ട് ഹാപ്പൻസ് ഇൻ ദ ഡൈജഷൻ. ഓക്കെ, സോ വി ടേക്ക് ഇൻ ഫുഡ്. വാട്ട് ഹാപ്പൻസ്? വി ടേക്ക് ഇൻ ഫുഡിനെ നമ്മൾ ഡൈജഷൻ വഴി കുഞ്ഞു മോളിക്യൂൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ മോളിക്യൂൾസിനെ നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്യും, എന്നിട്ട് അത് സെല്ലിൽ കൊടുക്കും. സെല്ല് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അതിൽ നിന്നും എനർജി എടുക്കും, അതല്ലെങ്കിൽ അത് വെച്ചിട്ട് വേറെ ബയോ മോളിക്യൂൾസിനെ ഉണ്ടാക്കും, വേറെ പ്രോട്ടീൻസിനെ ഉണ്ടാക്കുമായിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്താ പറയുക, വേറെ സെല്ലുകളെ ഉണ്ടാക്കുമായിരിക്കും. അങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ സെല്ലിനെ തീരുമാനിക്കാം. So we are going to study all those things in detail. Okay, ഇനി റെസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ കഴിച്ച ഫുഡില് എനർജി ഉണ്ട്. ഒബ്വിയസ്ലി നമ്മൾ എനർജി കുറയുമ്പോഴേക്കും നമ്മൾ ഒരു ലഡു എടുത്ത് കഴിക്കും, അല്ലെ? പെട്ടെന്ന് ഷുഗർ കയറട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ലഡുവോ എന്തെങ്കിലും ഒരു ചോക്ലേറ്റോ എന്തെങ്കിലും കഴിക്കും. സോ ഫുഡിൽ എനർജി ഉണ്ട്, വി ഓൾ നോ ദാറ്റ്. പക്ഷെ ആ ഫുഡിൽ നിന്നും എനർജി റിലീസ് ചെയ്യണം, അല്ലെ? പുറത്തേക്ക് കൊണ്ടുവരണം. ആ പുറത്തേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? സി വി നോ ദാറ്റ് നമ്മൾ ഒരു പേപ്പർ എടുത്ത് കത്തിക്കുകയാണ്. കത്തിക്കുക എന്ന് പറയുന്നത് എന്താണ്? പേപ്പർ എടുത്ത് കത്തിക്കുമ്പോൾ അതിൽ നിന്ന് ചൂടും വെളിച്ചവും വരും. ദാറ്റ് ഈസ് എനർജി ഈസ് റിലീസ് ഫ്രം ദ പേപ്പർ. From the paper energy is released. പക്ഷേ ഈ കത്തുക, so that is കത്തുക എന്ന് പറയുന്ന പ്രോസസ് actually releases energy. That may be in the form of heat or that may be in the form of light. Energy release ആവുന്നുണ്ട് in the process of burning. So burning നടക്കണം എന്നുണ്ടെങ്കിൽ, burning means what? Burning always means reaction with oxygen. Okay, so ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ നടക്കുമ്പോഴേ ഈ എനർജി റിലീസ് ആവുള്ളൂ. സോ ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷനെയാണ് നമ്മൾ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. സോ
സോ ഈ റെസ്പിറേഷൻ ഇൻവോൾവ്സ് ഓക്സിജനെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നത്, ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ വിത്ത് ഫുഡ്, അത് സെല്ലിന്റെ ഉള്ളിലായിരിക്കും നടക്കുന്നത്. ആ റിയാക്ഷൻ കഴിയുമ്പോഴത്തേക്ക് ആവശ്യമില്ലാത്ത പുകയൊക്കെ കളയണമല്ലോ. അപ്പൊ ഉള്ളില് ആവശ്യമില്ലാത്ത സെല്ലുകളില് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആ സാധനങ്ങൾ ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, അതിനെ പിടിച്ചിട്ട് പുറത്തേക്ക് കളയണം. ഇതിനെയാണ് നമ്മൾ എന്താ പറയണത്, റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇസ് ഓഫ് കോഴ്സ് ട്രാൻസ്പോർട്ടേഷൻ. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഏതൊരു സാധനത്തിനെയും ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തിലേക്ക് കൊണ്ടുപോകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. സോ ട്രാൻസ്പോർട്ടേഷന്റെ എക്സാമ്പിൾ എന്താണ്? ഇപ്പൊ ഡൈജഷൻ നമ്മുടെ സ്റ്റൊമക്കിലും സ്മോൾ ഇന്റസ്റ്റൈനിലും ആയിരിക്കും നടക്കുന്നത്. അപ്പൊ അവിടെ ഡൈജസ്റ്റ് ചെയ്തിരിക്കുന്ന ഭക്ഷണത്തിന് എന്റെ തല വരെ എത്തിക്കണം. സോ ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം ടു ആക്ച്വലി ട്രാവൽ ഫ്രം സ്മോൾ ഇന്റസ്റ്റൈൻ ടു മൈ ഹെഡ്. ദിസ് ഇസ് ട്രാൻസ്പോർട്ടേഷൻ വിച്ച് ഇസ് ഫെസിലിറ്റേറ്റഡ് ബൈ ബ്ലഡ്, അതേപോലെ ലിംഫ് പോലത്തെ സാധനങ്ങൾ വെച്ചിട്ടാണ് നടക്കുന്നത്. We are going to study about that as well. Okay. Now, if you see excretion, excretion is the process by which waste materials are eliminated. We already discussed that. ഓക്കെ ആണോ? ഇനി ന്യൂട്രീഷനിലേക്ക് നമ്മൾ പോവാൻ. സോ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫുഡാണ് നമുക്ക് എനർജി തരുന്നത്. എനർജി എന്ന് പറയുന്നത് എന്തൊരു ഫിസിക്കൽ ആക്ടിവിറ്റിക്കും ബയോളജിക്കൽ ആക്ടിവിറ്റിക്കും എനർജി ആവശ്യമാണ്. ഇപ്പൊ ബയോളജിക്കൽ ആക്ടിവിറ്റിക്ക് എനർജി ആവശ്യമാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നമുക്ക് തോന്നും നമ്മുടെ പ്ലാന്റ്സിന്റെ റൂട്ട്സ്, ആ റൂട്ട്സ് വെള്ളം അബ്സോർബ് ചെയ്യുന്ന അതിന് എനർജി ആവശ്യമുണ്ടോ എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ തോന്നും. അതിന് വരെ എനർജി ആവശ്യമാണ് എന്ന് പറയാം. അപ്പൊ ഈവൻ ദ സിംപ്ലസ്റ്റ് പ്രോസസ് ഇൻ ത്രൂ വിച്ച് വാട്ടർ ഇസ് അബ്സോർബ്ഡ്, അല്ലെങ്കിൽ വാട്ടറിനെക്കാളും മിനറൽ ഇസ് അബ്സോർബ്ഡ് ഫ്രം ദ സോയിൽ ബൈ ദ റൂട്ട്സ് ഓഫ് ദ പ്ലാന്റ്, ദാറ്റ് റിക്വയേഴ്സ് എനർജി. അതേപോലെ തന്നെ പല സാധനങ്ങളും നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഇറ്റ് റിക്വയേഴ്സ് എ ലോട്ട് ഓഫ് എനർജി. യു വിൽ സ്റ്റഡി ഓൾ ദീസ് തിങ്സ് ഇൻ വെരി മച്ച് ഡീറ്റെയിൽ ഇൻ 11th സ്റ്റാൻഡേർഡ്. ഓക്കെ, ഒരു സെക്ഷൻ തന്നെ ഉണ്ട് നമുക്ക് ഓരോരോ ചാപ്റ്റർ ആയിട്ട് ഇതിനെ കുറിച്ചിട്ട് പഠിക്കാൻ. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ടു സ്റ്റഡി ഓൾ ദോസ് തിങ്സ് ആസ് വെൽ. ഓക്കെ, അപ്പൊ ഫുഡ് നമ്മൾ ഭക്ഷണം കഴിക്കില്ല. അപ്പൊ ഇപ്പൊ ചപ്പാത്തി ആണെങ്കിലും ഇഡ്ഡലി ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ബിരിയാണി ആണെങ്കിലും എന്ത് സാധനമാണെങ്കിലും എവറിത്തിങ് വി അൾട്ടിമേറ്റ്ലി ഗെറ്റ് ഫ്രം പ്ലാന്റ്സ് അല്ലെ. അപ്പൊ പ്ലാന്റിൽ നിന്നോ അല്ലെങ്കിൽ അനിമലിൽ നിന്നോ കിട്ടാത്ത ഒരു സാധനവും നമ്മൾ കഴിക്കുന്നില്ല അല്ലെ. അപ്പൊ കെമിക്കൽ ആയിട്ടുള്ള സാധനങ്ങൾ വളരെ കുറവാണ്. ഓഫ് കോഴ്സ് മെഡിസിൻസ് ആർ ദേർ, ബട്ട് സ്റ്റിൽ അൾട്ടിമേറ്റ്ലി വെൻ വി ടോക്ക് അബൌട്ട് ഫുഡ് ഇറ്റ് ഇസ് ജനറലി ഫ്രം പ്ലാന്റ്സ് ഓർ ആനിമൽസ്. സോ animals എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് ഇൻഡയറക്ട്ലി ഫ്രം പ്ലാന്റ്സ്. ഇൻഫാക്ട് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഡയറക്ട്ലി ഫ്രം സൺലൈറ്റ് അല്ലെ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സൂര്യന്റെ എനർജി തന്നെയാണ് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് പോകുന്നത്. പക്ഷേ ഇറ്റ് ഇസ് ത്രൂ പ്ലാന്റ്സ് ഓർ ഇറ്റ് ഇസ് ത്രൂ പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് ദെൻ ടു അസ്. അത് മനസ്സിലായോ? നമ്മൾ പ്ലാന്റ്സിനെ കഴിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ പ്ലാന്റ്സിനെ കഴിക്കുന്ന അനിമൽസിനെ കഴിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ അനിമൽസിനെ കഴിക്കുന്ന അനിമൽസിനെ കഴിക്കും. ഇങ്ങനെയായിരിക്കും നമുക്ക് അൾട്ടിമേറ്റ്ലി എനർജി കിട്ടുന്നത്. ബട്ട് അൾട്ടിമേറ്റ്ലി കമ്മിങ് ഡൗൺ ടു ബ്രേക്കിംഗ് എവറിഥിങ് ആൻഡ് കമ്മിങ് ടു ദ ബേസിക്സ് വി ക്യാൻ സീ ദാറ്റ് വി അൾട്ടിമേറ്റ്ലി ഗെറ്റ് എനർജി ഫ്രം സൺ ഇറ്റ് സെൽഫ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ എന്ത് ലിവിങ് ഓർഗാനിസം ആണെങ്കിലും നിങ്ങളുടെ ലെവലിൽ ഓർഗാനിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്, ലിവിങ് ഓർഗാനിസം ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഓർഗാനിക് സബ്സ്റ്റൻസ്. All the living organisms are made up of organic substances. Okay, that is not the right definition or exact definition, but as far as 10th standard students are concerned, that will be sufficient. Okay, അപ്പൊ ഫുഡ് എന്ന് പറയുന്ന ഒരു ഓർഗാനിക് സബ്സ്റ്റൻസ് ആണ്. ഈ ഫുഡിനെ എന്തുകൊണ്ടാണ് കഴിക്കുന്നത്? എനർജിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മള് സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫുഡായിട്ട് കഴിക്കണം. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ പെട്ടെന്ന് തല കറങ്ങി വീണ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനർജി ഇല്ലാതെ ഒരാൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? കുറച്ച് പഞ്ചസാര കൊടുക്കും, അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കലക്കി കൊടുക്കും. ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഭയങ്കര സിംപ്ലസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫുഡാണ്. അപ്പൊ ഗ്ലൂക്കോസ് ആണെങ്കിൽ പെട്ടെന്ന് അബ്സോർപ്ഷൻ നടക്കും, കാരണം അതിനെ ഇനി ചെറുതാക്കാൻ ഒന്നുമില്ല. ബിക്കോസ് ദാറ്റ് ഇസ് എ സിംപ്ലസ്റ്റ് ഫുഡ് അവൈലബിൾ. അപ്പൊ കുറച്ചും കൂടി വലിയ ഫുഡ് ആണെങ്കിൽ, ചപ്പാത്തി ആണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ബ്രേക്ക് ഇറ്റ് ഡൗൺ, ഫസ്റ്റ് ഡൈജസ്റ്റ് ഇറ്റ് ആൻഡ് കൺവേർട്ട് ഇറ്റ് ടു ഗ്ലൂക്കോസ് ആൻഡ് ദെൻ അബ്സോർബ് ഇൻ അവർ ബോഡി. ബട്ട് ദെൻ ഗ്ലൂക്കോസിനെ ഇനി ബ്രേക്ക് ഡൗൺ ചെയ്യാനില്ല. So directly the body can absorb. But that is a simple sugar, and that is why we are giving glucose to people who actually feel weak, because absorption happens very instantaneously from stomach itself. A lot of absorption of glucose can happen. Okay, ഇനി അതേസമയം കോംപ്ലെക്സ് ഫുഡ് എന്ന് പറയുന്നത് സ്റ്റാർച്ച്, നമ്മുടെ കഞ്ഞി വെള്ളം ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ സ്റ്റാർച്ച് ആണ്. ഓക്കെ, അത് കമ്പാരിറ്റീവ്ലി കോംപ്ലെക്സ് ആയിട്ടുള്ള ഫുഡാണ്. ഇനിയുള്ളത് ന്യൂട്രിയന്റ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്രിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ടൈപ്പ് ന്യൂട്രിയൻസ് വേണമെങ്കിലും ഉണ്ടാവും കേട്ടോ. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, അതേപോലെ തന്നെ മിനറൽസ്, എല്ലാ സാധനങ്ങളും, അമിനോ, ഈ പറയുന്ന പോലെ ന്യൂക്ലിയിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, നമ്മളത് പഠിക്കേണ്ടെന്നാണ് എന്റെ തോന്നുന്നത്. അതെ,
പഠിക്കേണ്ടത്. അപ്പൊ ന്യൂക്ലിയിക് ആസിഡ്സ് എല്ലാ സാധനങ്ങളും ന്യൂട്രിയൻസ് ആണ്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള സാധനങ്ങളാണ്. ഓക്കെ, ഈ ന്യൂട്രിയൻസ് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മുടെ ചുറ്റും നിന്നിട്ടാണ് കിട്ടുന്നത്. അപ്പൊ അത് തന്നെ ഈ പറയുന്ന പോലെ ന്യൂട്രീഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, അതായത് ന്യൂട്രിയൻസ് എങ്ങനെ എന്റെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് പോകുന്നു എന്നുള്ളത് വെച്ചിട്ട് രണ്ട് ടൈപ്പ് ഉണ്ട്. ഓട്ടോട്രോപിക് ന്യൂട്രീഷനും ഉണ്ട്, ഹെറ്ററോട്രോപിക് ന്യൂട്രീഷനും ഉണ്ട്. ഇതൊക്കെ കുഞ്ഞിലേ നിങ്ങളെ കേട്ട് ശീലിച്ച സാധനങ്ങളാണ്. അപ്പൊ ഒന്നുകൂടി നമുക്ക് നോക്കാം. ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? സറൗണ്ടിങ്ങിൽ നിന്ന്, ചുറ്റുപാടിൽ നിന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഈ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ നമുക്ക് എനർജി ഉണ്ടാക്കാനായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ബയോസിന്തസിസിന് എടുക്കാം. ബയോസിന്തസിസ് എന്ന് പറയുന്നത് എന്താണ്? വേറെ സെല്ലുകളെ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ സെല്ലിന്റെ പാർട്ടുകളെ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ എന്റെ ശരീരത്തിന്റെ തന്നെ എന്തെങ്കിലും ഭാഗം ഉണ്ടാക്കാൻ. അപ്പൊ മുറിഞ്ഞു കഴിഞ്ഞാൽ ആ മുറിവിനെ ഉണക്കുന്നത് ബിക്കോസ് ഓഫ് ബയോസിന്തസിസ്. സംതിങ് ഇസ് ഹാപ്പനിങ് ദർ അല്ലെ, എനിക്ക് കുറെ മോളിക്യൂൾസ് എന്റെ ശരീരത്തിന് ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. That is biosynthesis. അപ്പൊ ന്യൂട്രിയൻസിനെ രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം. either to create energy or actually to do biosynthesis. What are the different type of nutrients? Carbohydrates ഉണ്ട്, fats ഉണ്ട്. അതുപോലെ കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ് നമ്മൾ എനർജിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. അതേസമയം പ്രോട്ടീൻസ്, മിനറൽ സോൾട്ട്സ് ഒക്കെ നമ്മൾ ബയോസിന്തസിസിന് യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ്. ഓക്കെ, so nutrition എന്ന് പറയുന്നത് എന്താണ്? so now coming to nutrition, it is intake of nutrients. ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്സ് എല്ലാത്തിന്റെ ഇൻടേക്കിനെയാണ് നമ്മൾ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. now mode of nutrition രണ്ട് ടൈപ്പ് ഉണ്ട്. എന്തൊക്കെയാണ്? ഓട്ടോട്രോപിക്കും ഹെറ്ററോട്രോപിക്കും. we already know about autotropic and heterotropic nutrition. കുട്ടിയിലെ തൊട്ട് നമ്മൾ പഠിക്കുന്ന. സോ ഓടിച്ചിട്ട് പറയാം, ഓട്ടോട്രോപിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പന അപ്പന ഖാന അപ്പന അപ്പന ബനായെങ്കിൽ. ഓക്കെ, എന്താണ് സംഭവം? നമ്മുടെ പ്ലാന്റ്സ്. അപ്പൊ പ്ലാന്റ്സ് എന്ന് പറയുന്നത് അവരവരുടെ ഫുഡ് അവരവർ ഉണ്ടാക്കാണ് ചെയ്യണേ. അപ്പൊ അവരവർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ സാമ്പാർ ഉണ്ടാക്കണ്ടേ? ഡസ് ഇറ്റ് മീൻ വി ആർ ഡൂയിങ് ഓട്ടോട്രോപിക് ന്യൂട്രീഷൻ? ഇല്ല. സാമ്പാറിന് ഉപയോഗിക്കണ വെള്ളരിക്ക പ്ലാന്റ്സിന്റെ കയ്യിൽ നിന്ന്, സാമ്പാറിന് ഉപയോഗിക്കണം മത്തങ്ങ പ്ലാന്റ്സിന്റെ കയ്യിൽ നിന്ന്, പരിപ്പ് പ്ലാന്റ്സിന്റെ കയ്യിൽ നിന്നാണ്. അപ്പൊ ഈ പറയുന്ന എല്ലാ സാധനങ്ങളും പ്ലാന്റ്സിന്റെ കയ്യിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് സാമ്പാർ ഉണ്ടാക്കാൻ. പക്ഷേ അതായത് വി ആർ യൂസിങ് അതർ ഓർഗാനിക് മാറ്റർ ടു പ്രിപ്പയർ അവർ ഫുഡ്. പക്ഷെ പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനോർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ, വിച്ച് ഇസ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ, ദേ ആർ കംപ്ലീറ്റ്ലി ഇനോർഗാനിക്. സിമ്പിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്, മോളിക്യൂൾസ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡും വെള്ളം. കാർബൺ ഡൈ ഓക്സൈഡ് ചുറ്റും നിന്ന് കിട്ടും, വെള്ളം മണ്ണിൽ നിന്ന് കിട്ടും. പിന്നെ ഈ ഭൂമിയിലെ അല്ലാത്ത സൺലൈറ്റ്, പുറത്തുനിന്ന് വരുന്ന സൺലൈറ്റും കൂടി ഉപയോഗിച്ചിട്ട് ദേ പ്രിപ്പയർ ഓർഗാനിക് കോമ്പൗണ്ട്. സോ what do plants do? Plants actually prepare organic compound from inorganic substances like carbon dioxide and water with the help of sunlight. ഇത്രയും സംഭവം മനസ്സിലായോ? അപ്പൊ പ്ലാന്റ്സിനെ സംബന്ധിച്ച് ഓട്ടോട്രോപിക് ന്യൂട്രീഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ പ്ലാന്റ്സിന് അറ്റ്ലീസ്റ്റ് പ്ലാന്റ്സിനെ പോലെയും അതേപോലെ തന്നെ ബാക്ടീരിയ ഉണ്ട്, സൈനോ ബാക്ടീരിയ പോലത്തെ ബാക്ടീരിയസ്, ഓട്ടോട്രോപിക് ബാക്ടീരിയസ് ഉണ്ട്. കുറെ മൈക്രോ ഓർഗാനിസംസ് ആർ ഓട്ടോട്രോപിക്. അവർക്കൊക്കെ സ്പെഷ്യൽ പിഗ്മെന്റ്സ് ഉണ്ടാവും, പല കളറിലുള്ള പിഗ്മെന്റ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതിൽ തന്നെ ഗ്രീൻ കളർ പിഗ്മെന്റ്, വി നോ ദാറ്റ് പ്ലാന്റ്സിന് പച്ച കളർ കിട്ടുന്നത് ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ക്ലോറോഫിൽ. ക്ലോറോഫിൽ എന്ന് പറയുന്ന ഗ്രീൻ കളർ പിഗ്മെന്റ് കാരണമാണ് അവർക്ക് സൺലൈറ്റിനെ ട്രാപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഇത്രയും സംഭവങ്ങൾ മനസ്സിലായോ? സോ ഹെറ്ററോട്രോപിക് മോഡ്. ഓക്കെ, യു ആർ ഏബിൾ ടു സീ പവർ പോയിന്റ് അല്ലേ? ഓക്കെ, അപ്പൊ ഹെറ്ററോട്രോപിക് മോഡ് എന്ന് പറയുന്നത് എന്താണ്? ഓർഗാനിസത്തിന് അവനവന്റെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ സിമ്പിൾ ഇനോർഗാനിക് സബ്സ്റ്റൻസ് വെച്ചിട്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ അവർ വേറൊരു ഓർഗാനിസത്തിനെ ഫുഡിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യും. സോ ഈ ഓർഗാനിസത്തിനെയാണ് നമ്മൾ ഹെറ്ററോട്രോപ്സ് എന്ന് പറയുന്നത്. സോ ദീസ് ഓർഗാനിസം വിച്ച് ഡിപ്പെൻഡ് ഓൺ അതർ ഓർഗാനിസം ഫോർ ദെയർ ഫുഡ്, അതിനെയാണ് നമ്മൾ ഹെറ്ററോട്രോപ്സ് എന്ന് പറയുന്നത്. അപ്പോ എല്ലാ ആനിമൽസും ഈ പറയുന്ന പോലെ ഹെറ്ററോട്രോപ്സ് ആണ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ബാക്ടീരിയ ആർ ഹെറ്ററോട്രോപ്സ്. അപ്പൊ എല്ലാ ബാക്ടീരിയയും ഹെറ്ററോട്രോപ്സ് അല്ല. ബാക്ടീരിയ തന്നെ ഓട്ടോട്രോപിക് ബാക്ടീരിയ ഉണ്ട്, അതേപോലെ തന്നെ കെമിക്കൽസ് വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ ഉണ്ട്. കീമോട്രോപിക് ബാക്ടീരിയ എന്ന് പറയുന്ന വേറെ ബാക്ടീരിയ ഉണ്ട്. അങ്ങനത്തെ പല ടൈപ്പ് ബാക്ടീരിയാസ് ഉണ്ട്. അതേപോലെ ഫംഗസ്, അവരും ഈ പറഞ്ഞ പോലെ എന്താണ് ഹെറ്ററോട്രോപിക് ആണ്. ഫംഗസ് എല്ലാം അത് ഫംഗസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? പുറത്തുള്ള ബ്രെഡിനെ ഡിപ്പെൻഡ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ, താഴെ വീണിക്കണ ലീവ്സ്, ട്രീസിനൊക്കെ അതിന്റെ മുകളിലൊക്കെ ഫംഗസ് വളരും അല്ലെ. അപ്പൊ അതും ഈ പറയുന്ന പോലെ ഹെറ്ററോട്രോപിക് ന്യൂട്രീഷൻ ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ നോൺ ഗ്രീൻ പ്ലാന്റ്സ് ഉണ്ട്. നമ്മുടെ വീനസ് ഫ്ലൈ ട്രാപ്പ് പോലത്തെ, വീനസ് ഫ്ലൈ ട്രാപ്പ് യു ഓൾറെഡി നോ റൈറ്റ്? പിക്ചർ പ്ലാന്റ്, വീനസ് ഫ്ലൈ ട്രാപ്പ്, അങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെ ഈ പറയുന്ന ഹെറ്ററോട്രോപിക് ന്യൂട്രീഷൻ ആണ്. ദേ ഡിപ്പെൻഡ് ഓൺ അതർ ഓർഗാനിസംസ്. അപ്പൊ ഈ ഇടയ്ക്ക് ഞാൻ അവർ എർത്ത് എന്ന് പറയുന്ന ഡോക്യുമെന്ററി കണ്ടു, അതിൽ നല്ല രസമാണ്. അതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ
അതിലൊരു വലിയ പ്ലാന്റ് ഉണ്ട്. ഇറ്റ് ഇസ് ലൈക്ക് വീനസ് ഫ്ലൈ ട്രാപ്പ് ഇറ്റ് സെൽഫ്. ബട്ട് വാട്ട് ഹാപ്പൻസ് ഇസ് നമ്മുടെ എലി ഉണ്ടല്ലോ, ഭയങ്കര വലിയ എലി, ആ എലി ഈ ഫ്ലവറിന്റെ ഉള്ളിലേക്ക് പോകും. അപ്പൊ ആ ഫ്ലവറിൽ മുഴുവനും നെക്ടർ ഉണ്ട്, ഭയങ്കര നല്ല നെക്ടർ ആണ്. ആ നെക്ടർ എലി കഴിക്കും. എലി കഴിച്ചിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അതിൽ തന്നെ എക്സ്ക്രീറ്റ ഇട്ടിട്ട് പോകും. Excreta is actually the nutrition for this particular plant. So that actually depends on this particular organism for its nutrition എന്ന് പറഞ്ഞിട്ട് പറയാം. Okay, so it does അപ്പൊ ഈ excreta എന്ന് പറയുന്നത് is also an organic substance അല്ലെ, കുറെ organic components ഉണ്ട്. അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് ഈ ഒരു ചെടി അതിനാവശ്യമുള്ള ന്യൂട്രിയൻസിനെ എടുക്കുന്നത്. Now coming to different type of heterotropic nutrition. അപ്പൊ നമ്മൾ ഇതുവരെ എന്തൊക്കെ പഠിച്ചു, എന്തൊക്കെ ടോപ്പിക്കുകളാണ് പഠിച്ചത്? നമ്മൾ പഠിച്ചത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ലൈഫിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ലൈഫ് എന്ന് പറയുന്നത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ അറിയും എന്നുള്ളത് പഠിച്ചു. പിന്നെ വൈറസിന്റെ കൺഫ്യൂഷൻ പഠിച്ചു. സെക്കൻഡ് ടോപ്പിക് എന്താ പഠിച്ചത്? വൈറസ് എന്ന് പറയുന്നത് ജീവനുള്ള സാധനമാണോ അല്ലാത്ത സാധനമാണോ എന്നുള്ളത് പഠിച്ചു. ഇനി രണ്ടാമത് ലിവിങ് തിങ്സ്, മൂന്നാമത് പഠിച്ചത് ലിവിങ് തിങ്സിന് കോമൺ ആയിട്ടുള്ള പരിപാടികൾ എന്തൊക്കെയാണ് എന്നുള്ളത് പഠിച്ചു. നാലാമത് പഠിച്ചത് ലൈഫ് പ്രോസസ്സ് എന്താണ്, എന്തൊക്കെ ലൈഫ് പ്രോസസ്സ് ഉണ്ട് എന്നുള്ളത് പഠിച്ചു. ഇനി പിന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ തുടങ്ങിയത് ന്യൂട്രീഷൻ ആണ്. ന്യൂട്രീഷൻ തന്നെ ഹെറ്ററോട്രോപിക് ന്യൂട്രീഷൻ ഉണ്ട്, എന്തൊക്കെ ടൈപ്പ് ഉണ്ട്, ഹെറ്ററോട്രോപിക് ന്യൂട്രീഷൻ ഉണ്ട്, ഓട്ടോട്രോപിക് ന്യൂട്രീഷൻ ഉണ്ട് എന്നുള്ളത് പഠിച്ചു. ഓട്ടോട്രോപിക് ന്യൂട്രീഷനെ കുറിച്ച് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് ഹെറ്ററോട്രോപിക് ന്യൂട്രീഷനെ കുറിച്ചിട്ടാണ് പഠിച്ചത്. ഓക്കെ, ഇനി ഹെറ്ററോട്രോപിക് ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഹെറ്ററോട്രോപ്സിന്റെ ന്യൂട്രീഷൻ, അത് പല ടൈപ്പ് ഉണ്ട്. സാപ്രോഫൈറ്റിക് ഉണ്ട്, ഹോളോസോയിക് ഉണ്ട്, പാരസിറ്റിക് ന്യൂട്രീഷൻ ഉണ്ട്. 3 ടൈപ്പ്. ഇതിന് ആക്ച്വലി ഇതിന്റെ തന്നെ പല പല വെറൈറ്റി ഉണ്ട് കേട്ടോ. തൽക്കാലം നമുക്ക് ഇത്രയും പഠിച്ചാൽ മതി. സാപ്രോഫൈറ്റിക് ഉണ്ട്, ഹോളോസോയിക് ഉണ്ട്, പാരസിറ്റിക് ഉണ്ട്. അപ്പൊ ഈ സാപ്രോഫൈറ്റിക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സാധനം? സാപ്രോഫൈറ്റിക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ഡെഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ കഴിക്കുന്നവരെയാണ് നമ്മള് സാപ്രോഫൈറ്റിക് ന്യൂട്രീഷൻ എന്ന് പറയാം. അതായത് ഇപ്പൊ വൾച്ചേഴ്സ് ചെയ്യുന്നത് സാപ്രോഫൈറ്റിക് ആണോ എന്ന് ചോദിച്ചാൽ ദാറ്റ് ഇസ് നോട്ട് സാപ്രോഫൈറ്റിക്. നമുക്ക് പറയാം, ഇപ്പൊ സേ ബ്രെഡ് മോൾഡ് എടുക്കുന്നു എന്ന് വിചാരിച്ചോ. ബ്രെഡ് മോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പച്ച കളറിൽ ബ്രെഡിന്റെ പുറത്ത് കാണുന്ന സാധനം. അല്ലെങ്കിൽ നമ്മുടെ കൂണുകളില്ലേ മഷ്റൂംസ് ഒക്കെ നമ്മുടെ താഴെ വീണിരിക്കുന്ന മരത്തിന്റെ മുകളിലാണ് മഷ്റൂംസ് വളരുന്നത് അല്ലെ. ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് സാപ്രോഫൈറ്റിക് ന്യൂട്രീഷൻ ആണ്, അതായത് ഡെഡ് ഓർഗാനിസത്തിന്റെ മുകളിലാണ് ഇവര് വളരുന്നത്. പക്ഷെ ഇവരെങ്ങനെയാ വളരുന്നത്, ഇവരെങ്ങനെയാ കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാദ്യം ഇവരുടെ കെമിക്കൽസ് പുറത്തേക്ക് വിടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് മരത്തിന്റെ മുകളിലേക്ക് ഈ കെമിക്കൽസിനെ വിടും. എന്നിട്ട് അവിടെ ഡൈജഷൻ നടക്കും, അതായത് പുറത്താണ് ഡൈജഷൻ നടക്കുന്നത്. ഡൈജഷൻ നടന്നിട്ട് സ്മോൾ ന്യൂട്രിയൻസ് ആയിട്ട് ഈ ന്യൂട്രിയൻസിനെ തിരിച്ച് ഈ മഷ്റൂം അബ്സോർബ് ചെയ്യും. ഇങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നത്. ഓക്കെ, സോ ഹിയർ ഡൈജഷൻ ഹാപ്പൻസ് ഔട്ട്സൈഡ് ദ ബോഡി. So once digestion happens, the simple organisms are absorbed into the body. Okay, അപ്പൊ ഡെഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ കഴിക്കുന്നവരെയാണ് സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത്. So organism obtain food from dead and decaying organic matter. അപ്പൊ ഡെഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനെയോ അനിമൽസിനെയോ അല്ലെങ്കിൽ റോട്ടൻ ബ്രെഡ്, അപ്പൊ ബ്രെഡ് എന്ന് പറയുന്നത് നോൺ ലിവിങ്, അത് ഓർഗാനിക് മാറ്റർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ മുകളിൽ ഫംഗസ് വരുന്നത്. ഓർഗാനിക് മാറ്റർ അല്ലാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഫംഗസ് വുഡ് നോട്ട് ഹാവ് ഗ്രോൺ ഇൻ ദാറ്റ്. ഓക്കെ, അപ്പൊ ഡെഡ് പ്ലാന്റ്സ്, അനിമൽസ്, റോട്ടൻ ബ്രെഡിൽ ഒക്കെ ഈ പറയുന്ന സാപ്രോഫൈറ്റ്സിനെ നമുക്ക് കാണാൻ പറ്റും. ഫംഗസ് എന്ന് പറയുന്നത് തന്നെയാണ്. മഷ്റൂം ഇസ് ഓൾസോ എ കൈൻഡ് ഓഫ് ഫംഗസ് എന്ന് പറയാം. Okay, mushroom is also belongs to the fungus family. Now digestion എവിടെയാണ് നടക്കുന്നത്? It happens outside the body. എന്നിട്ട് സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളെ അബ്സോർബ് ചെയ്യും. Now parasitic nutrition എന്ന് പറയുന്നത് എന്താണ്? ഈ പാരസിറ്റിക് ന്യൂട്രീഷനില് സംഭവം എന്താണ്, ഒരു ഓർഗാനിസം വേറൊരു ഓർഗാനിസത്തിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. പക്ഷെ ഇതിനെ കൊല്ലാതെ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പാരസിറ്റിക്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇറ്റ് ക്യാൻ കോസ് അവർ ഡെത്ത് എന്ന് പറയാണ്. പക്ഷെ ഡയറക്ട്ലി വിത്തൗട്ട് കില്ലിങ് ഇറ്റ് ആയിരിക്കും, ഡയറക്ട്ലി അങ്ങനെ കൊല്ലില്ല. ഓക്കെ, പക്ഷെ ഇൻ കോൺസിക്വൻസ് ദ ഓർഗാനിസം, ദ അതർ വൺ ഹോസ്റ്റ് മേ എൻഡ് അപ്പ് ഡൈയിങ് എന്ന് പറയാം. So parasites are those which depend on other organism for their food, and this is a host. The organism on which the parasite depends is known as the host. Okay, so adine ipo plants are also parasites. Plants inde reethilum parasitic nutrition undu. അതേപോലെ തന്നെ അനിമൽസിൽ ഇഷ്ടം പോലെ പാരസിറ്റിക് ഉണ്ട്. ഇപ്പൊ ഈ പറയുന്ന പെയിൻ ഉൾപ്പെടെ പാരസിറ്റിക് ന്യൂട്രീഷൻ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ സ്മോൾ ഇൻഡസ്ട്രൈനിലൊക്കെയുള്ള റൗണ്ട് വേംസ്, ടേപ്പ് വേംസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പാരസൈറ്റ്സ് ആണ്. നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഇപ്പൊ മലേറിയ ഉണ്ടാക്കുന്ന സാധനങ്ങൾ പ്ലാസ്മോഡിയം ആണെന്നുണ്ടെങ്കിലും, അതേപോലെ കുറെ ബാക്ടീരിയസ് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ കയറുമല്ലോ. ഈ പറയുന്ന ബാക്ടീരിയസ് എല്ലാം
സാൽമോണല്ല, ടൈഫോയിഡ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ, അങ്ങനെ കുറെ ബാക്ടീരിയസ് നമ്മുടെ ശരീരത്തിൽ കയറും. അതെല്ലാം പാരസിറ്റിക് ന്യൂട്രീഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ പാരസിറ്റിക് ന്യൂട്രീഷൻ, ദിസ് ഇസ് കസ്കട്ട. കസ്കട്ട എന്ന് പറയുന്നത് ഇത് കാണാൻ അങ്ങ് കാട് പിടിക്കും, മറ്റേ ചെടീനെ അങ്ങ് ശ്വാസം മുട്ടിച്ചിട്ട് ഇല്ലാതാക്കും. ഇറ്റ് ഡിറൈവ്സ് ന്യൂട്രീഷൻ ഫ്രം ദ അതർ പ്ലാന്റ്. അതേപോലെ തന്നെ ദിസ് ഇസ് കൈൻഡ് ഓഫ് എ ബാക്ടീരിയ വിച്ച് ഇസ് എ പ്ലാസ്മോഡിയം ആണിത്, പ്ലാസ്മോഡിയം ആണ്. അതേപോലെ ദിസ് ഇസ് എ റൗണ്ട് വർം. ഓൾ ദീസ് ആർ ഡൂയിങ് ദ പാരസിറ്റിക് ന്യൂട്രീഷൻ. ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് ഭക്ഷണം കഴിക്കുന്നത്. ഓക്കെ, സോ മൈക്രോ ഓർഗാനിസംസ് ലൈക് പ്ലാസ്മോഡിയം ആണെങ്കിലും കസ്കട്ട പ്ലാന്റ് ആണെങ്കിലും റൗണ്ട് വർം എല്ലാം പാരസൈറ്റ് ആണ്. സോ ഏത് ഓർഗാനിസം ആണോ ഭക്ഷണം കഴിക്കുന്നത് അതിനെ പാരസൈറ്റ് എന്നും, ഏത് ഓർഗാനിസത്തിൽ നിന്നാണോ ഭക്ഷണം കഴിക്കുന്നത് അതിനെ ഹോസ്റ്റ് എന്നുമാണ് പറയുന്നത്. Now coming to the third type of heterotrophic nutrition, which is holozoic nutrition. Holozoic nutrition എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് ഫുഡ് അങ്ങനെ കഴിക്കുന്നതാണ്, അങ്ങനെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഇൻജസ്റ്റ് ചെയ്യാം, ഭക്ഷണം കഴിക്കുന്നതിനെയാണ് നമ്മൾ ഹോളോസോയിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. സോ ഇൻജഷൻ എന്ന് പറയുന്ന പ്രോസസ് ഓഫ് ടേക്കിംഗ് ഇൻ ദ ഫുഡിനെയാണ് ഇൻജഷൻ എന്ന് പറയുക കേട്ടോ. സോ ഈ ഹോളോസോയിക് ന്യൂട്രീഷനിൽ എന്താ, കോംപ്ലക്സ് ആയിട്ട്, ഇഡ്ഡലി ഈസ് എ വെരി കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്റർ, കാർബോഹൈഡ്രേറ്റ് വെരി കോംപ്ലിക്കേറ്റഡ് ആണ്. അതിനെ നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് അങ്ങനെ ഇടുകയാണ് ചെയ്യുന്നത്. ഓഫ്കോഴ്സ് ചവയ്ക്കുന്നുണ്ടെങ്കിൽ ഇഡലിയുടെ രൂപം മാറിയില്ല, രൂപം മാറ്റുന്നത് ഡൈജഷൻ നടക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലായിരിക്കും. ദാറ്റ് ഈസ് ഹോളോസോയിക് ന്യൂട്രീഷൻ. So organism takes in the complex organic food into the body by the process of ingestion. Ingestion നടന്നിട്ട് digestion happens inside the body and it is absorbed into the body cells of the organism. അപ്പൊ ഇതാരൊക്കെയാ ചെയ്യുന്നത്, അനിമൽസ്. ജനറലി അനിമൽസ് ആണ് ഹോളോസോയിക് ന്യൂട്രീഷൻ ചെയ്യുന്നത്. ഇതുവരെ മനസ്സിലായോ? ഓക്കെ, ഇങ്ങനെ ചെയ്യാനേ. ഓൾറൈറ്റ്, നൗ കമ്മിങ് ടു അനിമൽ ന്യൂട്രീഷൻ. സോ അനിമൽ ന്യൂട്രീഷനില് ഹെറ്ററോട്രോപ്സിനെ തന്നെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഹെർബിവോർസ് എന്നും കാർണിവോർസ് എന്നും ഓംനിവോർസ് എന്നും. ഹെർബിവോർസ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ഈറ്റേഴ്സിനെയാണ്, ഹെർബിവോർസ് എന്ന് പറയുന്നത്, കാർണിവോർസ് എന്ന് പറയുന്നത് മീറ്റ് ഈറ്റേഴ്സിനെയാണ്, കാർണിവോർസ് എന്ന് പറയുന്നത്, ഓംനിവോർസ് എന്ന് പറയുന്നത് രണ്ടിനെയും കഴിക്കുന്ന ആൾക്കാരെയാണ്. യു നോ ദി എക്സാമ്പിൾ ഓഫ് ഓൾ ദീസ് തിങ്സ്, നോ ഗോട്ട്, കൗ ഒക്കെയാണ് ഹെർബിവോർസിന്റെ എക്സാമ്പിൾ. കാർണിവോർസ് ലയൺ, ടൈഗർ ആണ്. ഓംനിവോർസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ്സ്, ക്രോ ഒക്കെയാണ് അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. Okay, so ultimately we indirectly get the energy from the sun. We already discussed that. Now what are the steps in animal nutrition? First, ingestion. ഭക്ഷണം നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കയറ്റണം, ingestion. Then digestion, that is complicated ആയിട്ടുള്ള സംഭവങ്ങളെ മുഴുവനും simple substances ആയിട്ട് മാറ്റണം. Simple substances എന്ന് പറഞ്ഞാൽ വാട്ടർ സോള്യുബിൾ സബ്സ്റ്റൻസസ് ആക്കിയിട്ട് മാറ്റണം. ഓക്കെ, അതിന് അനിമൽസ് സാധാരണ ഫിസിക്കൽ ആയിട്ട്, അതായത് ചവയ്ക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഫിസിക്കൽ മെത്തേഡ്. അതേസമയം സലൈവയില് എൻസൈം ഉണ്ട്. എൻസൈംസ് എന്ന് പറഞ്ഞാൽ കെമിക്കലി അതിനെ രൂപം മാറ്റുക, കെമിക്കൽ ഡൈജഷൻ നടക്കും. അതേപോലെ ചവയ്ക്കല് ഇസ് ഫിസിക്കൽ ഡൈജഷൻ. സോ ഫിസിക്കൽ ഡൈജഷൻ യൂസ് ചെയ്യും, കെമിക്കൽ ഡൈജഷൻ യൂസ് ചെയ്യും ഫോർ പ്രോപ്പർ ഡൈജഷൻ ഓഫ് ദി ഓർഗാനിക് മാറ്റർ. ഓക്കെ, ഇനി അബ്സോർപ്ഷൻ. അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഡൈജസ്റ്റഡ് ഫുഡിനെ നമ്മുടെ ഇൻഡസ്റ്റൈൻ, എവിടെയാണോ ഡൈജഷൻ നടക്കുന്നത്, ഡൈജഷൻ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വാൾസിൽ കൂടി ശരീരത്തിന്റെ ഉള്ളിലേക്ക് കയറ്റുന്ന പ്രോസസ്സിനെയാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. സോ പ്രോസസ് ഇൻ വിച്ച് ദ ഡൈജസ്റ്റഡ് ഫുഡ് പാസസ് ഫ്രം ദ ഇൻഡസ്ട്രിനൽ വാൾസ്. ഇത് എന്താണെന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഇൻഡസ്റ്റൈൻസിന്റെ വാൾസിൽ കൂടി ഡൈജസ്റ്റഡ് ഫുഡിനെ നമ്മുടെ ശരീരത്തിന്റെ സെൽസിലേക്ക് എത്തിക്കാനുള്ള ഫസ്റ്റ് പരിപാടിയാണ് അബ്സോർപ്ഷൻ എന്ന് പറയാം. ബ്ലഡിന്റെ ഉള്ളിലേക്ക്, ബ്ലഡ് സ്ട്രീമിലേക്ക് കയറ്റുക, അതിനെയാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. Now assimilation. Assimilation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ process in which ഈ absorbed food ultimately സെല്ലിലേക്ക് എത്തിയിട്ട് സെല്ല് യൂസ് ചെയ്യുന്നത്, how the cell uses the absorbed food, അതിനെയാണ് assimilation എന്ന് പറയുന്നത്. So assimilation രണ്ട് രീതിയിൽ നടക്കാം. Either the absorbed food can be used for giving us energy or the absorbed food can be used for biosynthesis. അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഈ ന്യൂട്രീഷൻ അല്ല അസിമിലേഷൻ എന്ന് പറയുന്ന പരിപാടി നടത്താം. അപ്പൊ ഇതാണ് സ്റ്റെപ്സ് ഇൻ ന്യൂട്രീഷൻ ഇൻ അനിമൽസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്തൊക്കെയാ ഇതുവരെ പഠിച്ചതെന്ന് പറഞ്ഞാൽ മെയിൻ ടോപ്പിക്സ് എന്തൊക്കെയാ പഠിച്ചത്? അപ്പൊ കമ്മിങ് അഗൈൻ there is a last step for ന്യൂട്രീഷന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് അറിയാം, ഈജഷൻ. ദാറ്റ് ഈസ് അൺഡൈജസ്റ്റഡ് ഫുഡിനെ പുറത്തേക്ക് കളയാന്നുള്ളത്. സോ വാട്ട് വർ there? എന്തൊക്കെ ഉണ്ടായിരുന്നെ? ഇൻജഷൻ ഉണ്ടായിരുന്നു, ഡൈജഷൻ ഉണ്ടായിരുന്നു, അബ്സോർബ് ചെയ്തു, എന്നിട്ട് അസിമിലേറ്റ് ചെയ്തു, എന്നിട്ട് ആവശ്യമില്ലാത്ത സാധനങ്ങളെ മുഴുവനും നമ്മൾ പുറത്തേക്ക് കളയുകയും കൂടി ചെയ്തു. നൗ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് നാല് സാധനങ്ങളുടെ ന്യൂട്രീഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെ? ഫസ്റ്റ് അമീബ. അപ്പൊ അമീബ എന്ന് പറയുന്നത് കുഞ്ഞു
കുഞ്ഞു ഓർഗാനിസം ആണ്, യൂണിസെല്ലുലർ, ഒരൊറ്റ സെല്ലേ ഉള്ളൂ. അപ്പൊ ആ സെല്ലാണ് അതിന്റെ ശരീരവും, ആ സെല്ലാണ് അതിന്റെ സെല്ലും, ആ ഓർഗാനിസം തന്നെ ആ സെല്ല് മാത്രമാണ്. ഓക്കെ, ഒറ്റ സാധനം മാത്രമേ ഉള്ളൂ. ദാറ്റ് ഇസ് എന്താണ് സ്ട്രക്ചർ ഓഫ് അമീബ എന്ന് പറയാം. അപ്പൊ അമീബ എന്താണ് ചെയ്യുന്നത്? അമീബനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത് 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അമീബയ്ക്ക് എന്താ സംഭവിക്കുന്നത്? സ്യൂഡോപോഡിയ എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റ് എക്സ്റ്റൻഷൻ ഉണ്ട്. യു നോ ദാറ്റ് റൈറ്റ്? അപ്പൊ ഒരു ഭക്ഷണം ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സൈറ്റോപ്ലാസം, അപ്പൊ ഇതാണ് സെല്ല്, സെല്ലിന് ചുറ്റുമുള്ളത് പ്ലാസ്മ മെംബ്രെയിൻ, അതിന്റെ ഉള്ളില് സൈറ്റോപ്ലാസം ഉണ്ട്. ഈ സൈറ്റോപ്ലാസം അങ്ങ് എന്താ പറയാ, 2 കൈ വരുന്നത് പോലെ, 2 ഫോൾസ് ഫീറ്റ് വരുന്നത് പോലെ ആ ഫുഡ് പാർട്ടിക്കിളിനെ അങ്ങ് എൻക്ലോസ് ചെയ്യും. ഫുഡ് ട്രാപ്പ് ആവും വിത്ത് എ ലിറ്റിൽ വാട്ടർ. ഓക്കെ, കുറച്ച് വെള്ളത്തിന്റെ കൂടെ ഈ ഫുഡ് അങ്ങ് ട്രാപ്പ് ആകും. അങ്ങനെ ഈ ഫുഡും വെള്ളവും കൂടിയുള്ള സാധനത്തെയാണ് നമ്മൾ ഫുഡ് വാക്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ സൈറ്റോപ്ലാസം എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനെയാണ് സ്യൂഡോപോഡിയ എന്ന് പറയുന്നത്. Pseudopodia means false feet. Okay, so with the help of false feet, that is pseudopodia, the amoeba takes in the food, entraps the food, and with a little water it engulfs the food and forms a food vacuole. Now food vacuole is there inside the amoeba. Now what happens? ഉള്ളില് digesting enzymes ഉണ്ട്. ഈ digesting enzymes പോയിട്ട് food vacuole ന്റെ അകത്തുള്ള ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യും. Now ഈ digested food throughout the body spread ചെയ്യും. Throughout the body spread ചെയ്യുമ്പോഴത്തേക്കും this amoeba assimilates the food. It can be used for giving energy or it can be used for biosynthesis. Now waste materials accumulate ചെയ്ത് ഏതെങ്കിലും ഒരു particular, അതോ ചിലപ്പോൾ ഇവിടെ നിന്നാവാം, അല്ലെങ്കിൽ ഇവിടെ നിന്നാവാം, അല്ലെങ്കിൽ ഇവിടെ നിന്നാവാം. When there is enough waste materials, then it is thrown out of the body through any part of the surface. എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിലും ത്രോ ഔട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പറയാം. Okay, this is how amoeba nutrition happens. So this is ingestion, that is taking in the food, then food vacuole is formed, then what happens? Digestion is formed within the food vacuole, then absorption happens by simple diffusion. കാരണം diffusion മതി, ചുമ്മാ ഫുഡ് ഉള്ള സ്ഥലത്ത് നിന്ന് ഫുഡ് ഇല്ലാത്ത സ്ഥലത്തേക്ക് ഡിഫ്യൂഷൻ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ചെയ്യുക, അതാണ് പരിപാടി. അസിമിലേഷൻ ഓഫ് ദ ഡൈജസ്റ്റഡ് ഫുഡ്, ഇതൊന്നില്ലെങ്കിൽ എനർജിക്ക് അല്ലെങ്കിൽ ബയോസിന്തസിന് അൺഡൈജസ്റ്റഡ് ഫുഡ്, അതായത് ഇജഷൻ നടക്കും. ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ് ഇൻ ദ അമീബ. അപ്പൊ ഇങ്ങനെ സ്യൂഡോപോഡിയ വെച്ച് സാധനം കഴിക്കുന്ന പരിപാടികളെയാണ് നമ്മൾ ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ഫാഗോസൈറ്റോസിസ് ഇസ് ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഇൻ ഫുഡ് യൂസിങ് സ്യൂഡോപോഡിയ. ഓക്കെ, ഈ ഒരു പ്രോസസ്. അപ്പൊ ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത് ഇങ്ങനെ അമീബ മാത്രമല്ല ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിലും ആക്ച്വലി ഫാഗോസൈറ്റോസിസ് നടക്കുന്നുണ്ട്. ഈ ഒരു മൂവ്മെന്റ്, ഈ ഒരു സ്റ്റൈലിനെയാണ് നമ്മൾ ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ആരാണ് ഇപ്പൊ ബാക്ടീരിയ ഒക്കെ കയറുമ്പോഴത്തേക്കും വൈറ്റ് ബ്ലഡ് സെൽസിന്റെ ചില ടൈപ്പ് വൈറ്റ് ബ്ലഡ് സെൽസ് ഇങ്ങനെയാണ് ആക്ച്വലി ആ ബാക്ടീരിയനെ ഡിസ്ട്രോയ് ചെയ്യുന്നത്. അപ്പൊ ദിസ് കൈൻഡ് ഓഫ് മൂവ്മെന്റ്, ദിസ് കൈൻഡ് ഓഫ് വേ ഇൻ വിച്ച് ദ ഫുഡ് ഇസ് ട്രാപ്ഡ്, അതിനെയാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? അമീബ യൂണിസെല്ലുലർ ആണ്, മൈക്രോസ്കോപ്പിക് പ്ലാന്റ്സിനെയും ആനിമൽസിനെയാണ് അത് കഴിക്കുന്നത്. ഇതിന് ഹോളോസോയിക് ന്യൂട്രീഷൻ, കോംപ്ലക്സ് മെറ്റീരിയൽ അങ്ങനെ ഉള്ളിലേക്ക് കയറ്റാണ് ചെയ്തത്, അതുകൊണ്ട് ഹോളോസോയിക് ന്യൂട്രീഷൻ ആണ്. ഇത് സ്യൂഡോപോഡിയ വഴിയാണ് ഭക്ഷണം എടുക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. അമീബയ്ക്ക് ഫിക്സഡ് ആയിട്ടുള്ള മൗത്ത് ഒന്നും ഇല്ല, അത് ടെമ്പററി ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് വെച്ചിട്ട് സ്യൂഡോപോഡിയ വെച്ചിട്ടാണ് അത് ഭക്ഷണം കഴിക്കുന്നത്. എന്നിട്ട് ഒരു ഇത്തിരി വെള്ളവും വെച്ചിട്ട് ഫുഡിനെ എൻഗൾഫ് ചെയ്യും, ഉള്ളിൽ ഫുഡ് വാക്യൂൾ ഫോം ചെയ്യും, എന്നിട്ട് ഫുഡ് വാക്യൂളിന്റെ ഉള്ളിൽ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യും, ഈ ഡൈജസ്റ്റഡ് ഫുഡിനെ അബ്സോർബ് ചെയ്യും. ഓക്കെ, സൈറ്റോപ്ലാസത്തിൽ ഡയറക്ട്ലി ഡിഫ്യൂഷൻ വഴിയാണ് അബ്സോർബ് ചെയ്യുന്നത്. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ഒരു പാർട്ടിനെ നമ്മൾ എനർജി കൊണ്ടുവരാനായിട്ട് ഉപയോഗിക്കും. റെസ്പിറേഷൻ വഴി എനർജി കിട്ടും അതിന്. അതുപോലെ ബാക്കിയുള്ളത് അമീബൽ സെല്ല് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യും ബാക്കി ഫുഡിന്. നൗ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് അൺഡൈജസ്റ്റഡ് ഫുഡ് വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? സെൽ മെംബ്രെയിൻ അങ്ങ് റപ്ചർ ചെയ്യും, എന്നിട്ട് അൺഡൈജസ്റ്റഡ് ഫുഡ് പുറത്തേക്ക് പോവുകയും ചെയ്യും. നൗ കമ്മിങ് ടു പാരമീഷ്യം. പാരമീഷ്യം കുഞ്ഞു യൂണിസെല്ലുലർ ആനിമൽ തന്നെയാണ്, വെള്ളത്തിലാണ് ജീവിക്കുന്നത്. പക്ഷെ പാരമീഷ്യത്തിന്റെ പ്രത്യേകത, അതിന് സീലിയ ഉണ്ട്. സീലിയ എന്ന് പറയുന്നത് എന്താണ്? സീലിയ എന്ന് പറയുന്നത് ഇത് കണ്ടോ, സ്മോൾ ഹെയർ ലൈക്ക് എക്സ്റ്റൻഷൻസിനെയാണ് സീലിയ എന്ന് പറയുന്നത്. സീലിയ എന്ന് പറയുന്നത് ലോക്കോമോഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും, അതേപോലെ ഭക്ഷണം പിടിക്കാനും ഹെൽപ്പ് ചെയ്യും. ഈ സീലിയ എന്ന് പറയുന്നത്, ഇവിടെ ഭക്ഷണം ഉണ്ടെന്നുണ്ടെങ്കിൽ സീലിയയുടെ റിത്തമാറ്റിക് ആൻഡ് കറക്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് വഴി വെള്ളം തട്ടി 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 ഈ ഭക്ഷണത്തിനെ ഇതിന്റെ മൗത്ത്, അതായത് സൈറ്റോസ്റ്റോം എന്ന് പറയുന്ന മൗത്തിന്റെ ഉള്ളിലേക്ക് പിടിച്ച് കയറ്റും. എന്നിട്ട് ബാക്കി ഫുഡ് വാക്യൂൾ ഫോം ചെയ്യും. ഫുഡ് വാക്യൂളിൽ പ്രോപ്പർ ആയിട്ട്
ഈ പറയുന്ന ഡൈജഷൻ എല്ലാം നടത്തും. നമ്മുടെ മറ്റേ ചേട്ടൻ ചെയ്ത പോലെ, അമീബ ചെയ്യുന്നത് പോലെ അങ്ങനെ പ്രോപ്പർ ആയിട്ട് ഡൈജഷൻസ് ഒക്കെ നടത്തും. ഓക്കെ, ഇതാണ് നമ്മുടെ പാരമീഷ്യം. ഏറ്റവും ഇമ്പോർട്ടന്റ് പാരമീഷ്യത്തിൽ എന്താണുള്ളത്? സീലിയ എന്ന് പറയുന്ന സ്മോൾ ഹെയർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ്. അത് ഫുഡ് പാർട്ടിക്കിൾസിനെ അങ്ങനെ സ്വീപ്പ് ചെയ്ത് വായുടെ ഉള്ളിലേക്ക് കയറ്റാനും അതുപോലെ തന്നെ ലോക്കോമോഷനും ഹെൽപ്പ് ചെയ്യുന്ന ചേട്ടന്മാരാണ്. നൗ കമ്മിങ് ടു ഹ്യൂമൻസ്. അപ്പൊ ഹ്യൂമൻസിനെ സംബന്ധിച്ചിടത്തോളം ഹ്യൂമൻസിന് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഹ്യൂമൻസിനെ സംബന്ധിച്ചിടത്തോളം ദേ ഹാവ് ഡൈജസ്റ്റീവ് ഓർഗൻസ്. കുറേ ഓർഗൻസ് ഉണ്ട് ഹ്യൂമൻസിന് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം. നൗ മൊത്തം ഹ്യൂമൻ ബീങ്സിനെ സംബന്ധിച്ചിടത്തോളം ഹ്യൂമൻ ബീങ്സിന് 2 പാർട്ടായിട്ടാണ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ പറഞ്ഞേക്കണം. അതെന്തൊക്കെയാ? അലിമെന്ററി കനാൽ എന്ന് പറയുന്ന ഡൈജസ്റ്റീവ് കനാൽ, അതേപോലെ തന്നെ കുറെ ഗ്ലാൻഡുകൾ വിച്ച് പ്രൊഡ്യൂസസ് എ ലോട്ട് ഓഫ് കെമിക്കൽസ് വിച്ച് ഹെൽപ്സ് ഇൻ ദ ഡൈജഷൻ. ഈ 2 പാർട്ടായിട്ടാണ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ പറഞ്ഞേക്കണം. ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പാർട്ടായിട്ടാണ് ഉള്ളത്, അലിമെന്ററി കനാലും ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സും. സോ ത്രൂ ഔട്ട് ഹ്യൂമൻ സിസ്റ്റത്തിലെ ഈ പറയുന്ന അലിമെന്ററി കനാലിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദർ ആർ ലോട്ട് ഓഫ് ഓർഗൻസ് ഉണ്ട്. അതേപോലെ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് തന്നെ പല ടൈപ്പ്, സലൈവ ഉൾപ്പെടെ ഒരു എന്താ പറയുക ഒരു എൻസൈം, ഒരു കെമിക്കലാണ്. സലൈവയിൽ തന്നെ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന കുറെ കെമിക്കൽസ് ഉണ്ട്. അതുപോലെ താഴോട്ട് പോകുമ്പോഴേക്കും കുറെ സ്റ്റൊമക്കിൽ കുറെ കെമിക്കൽസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളാണ് നമ്മൾ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ പഠിക്കാൻ പോകുന്നത്. സോ അതെന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.